അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിച്ച രാജ്യം. വിശാഖപട്ടണത്ത് നടന്ന യോഗാ സംഗമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഗമായി. യോഗ ലോകത്തെ ഒന്നിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശ്വാസ വദലतो तलानी कुड़ीवैపు తిప్పండి. सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ సాధారణ స్థితికి రండి. सांस छोड़ते हुए गर्दन को लेफ्ट साइड मोड़िए. വിശാഖപട്ടണം നഗരമാണ് ഈ വർഷത്തെ യോഗാ ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത്. RK ബീച്ച് മുതൽ ഭോഗപുരം വരെയുള്ള 26 കിലോമീറ്റർ ദൂരത്ത് യോഗാഭ്യാസത്തിനായി ഒത്തുകൂടിയത് 3 ലക്ഷം ആളുകൾ. ഇവർക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. മറൊకసారి చేయండి. और धीरे से सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ സാധാരണ స్థితికి రండి. യോഗയ്ക്ക് പ്രായമോ അതിർത്തിയോ ഇല്ലെന്ന് മോദി പറഞ്ഞു. ലോകം മുഴുവൻ പിരിമുറുക്കങ്ങളിലൂടെയും അസ്ഥിരതയിലൂടെയും കടന്നുപോകുമ്പോൾ യോഗ സമാധാനത്തിന്റെ ദിശ നൽകുന്നു. दुर्भाग्य से आज पूरी दुनिया किसी न किसी तनाव से गुजर रही है. कितने ही क्षेत्रों में अशांति और अस्थिरता बढ़ रही है. ऐसे में योग से हमें शांति की दिशा मिलती है. വിശാഖപട്ടണത്ത് യോഗാ സംഗമം നടക്കുമ്പോൾ അതേ തീരത്ത് നാവികസേനാ കപ്പലിൽ യോഗ അഭ്യസിച്ച് സേനാംഗങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നടന്ന യോഗാ ദിന പരിപാടികളിൽ പങ്കെടുത്തു. ജമ്മു കശ്മീരിലെ ഉധംപൂർ കണ്ടോൺമെന്റിൽ സൈനികർക്കൊപ്പമായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ യോഗാ ദിനാചരണം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഹരിയാനയിലെ ഫരീദാബാദിലും ആരോഗ്യമന്ത്രി JP നഡ്ഡ കർത്തവ്യപഥിലും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഡൽഹി പുസ ക്യാമ്പസിലും യോഗാ ദിനാചരണങ്ങൾക്ക് നേതൃത്വം നൽകി. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തത്. എഞ്ചിനീയറിംഗ് അദ്ഭുതമായ ജമ്മു കാശ്മീരിലെ ചെനാബ് റെയിൽ പാലത്തിൽ റിയാസി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗാ ദിനാചരണം. भगवान शिव को आदि योगी कहा गया है. पुरानी ग्रंथों में बताया गया है कि भगवान शिव ने सबसे पहले योग के बारे में बताया और सप्त ऋषियों को इसका ज्ञान दिया. സമുദ്രനിരപ്പിൽ നിന്ന് 14,000 അടി ഉയരത്തിൽ ലഡാക്കിലെ പാങ്ങോങ് തടാകക്കരയിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യോഗ അഭ്യസിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.